PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ MA ബേബിയെ പ്രശംസിച്ച് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. പ്രശംസ ജനയുഗത്തിലെ ലേഖനത്തിൽ. ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്നും പ്രകാശ് ബാബു. ഉദ്യോഗസ്ഥർക്ക് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഖത്തറിൽ. കേരള മുഖ്യമന്ത്രി ദോഹയിലെത്തുന്നത് 12 വർഷത്തിന് ശേഷം. ഖത്തർ ഔദ്യോഗിക പ്രതിനിധികളുമായും കൂടിക്കാഴ്ച. പ്രവാസി വ്യാപാര വാണിജ്യ പ്രമുഖരെയും മുഖ്യമന്ത്രി കാണും. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ലെന്ന് അമിത്ഷാ. അമിത്ഷായുടെ പ്രതികരണം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള അഭിമുഖത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ. മുസഫർപൂരിലും ഛപ്രയിലും റാലി. NDA പ്രകടന പത്രികയും ഇന്ന്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചെമ്പല്ലി മീൻ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 35ഓളം പേർ താലൂക്ക് ആശുപത്രിയിലും കാരക്കോണം മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ. കുട്ടികളടക്കമുള്ള അത്യാഹിത വിഭാഗത്തിൽ. ഭക്ഷ്യവിഷബാധയേറ്റത് കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയ മീൻ കഴിച്ചവർക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്തു. പോറ്റിയെയും മുരാരി ബാബുവിനെയും ശബരിമലയിലെത്തിച്ച് തെളിവെടുക്കും. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ആരെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി തമിഴ് നടി നർവിനി ദേരി. ഓഡീഷന്റെ പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും നർവിനി വെളിപ്പെടുത്തൽ ട്രെൻഡ് ടോക്സ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ.